നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകുകയെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. രാവിലെ മുതലുള്ള കൂടാളുടെ ഭയം ഞങ്ങൾ ലുലുവിലേക്ക് യാത്ര പോവുകയാണ്. ഞങ്ങൾ ലുലുവിൽ പോവുകയാണേ. ഓഫറുണ്ട്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണേ. ബായ്, അവിടെ ചെന്നിട്ട് കാണാവേ. ഞങ്ങൾക്കൊരു ചായ കുടിക്കാനുള്ള ഒരാഗ്രഹം. അബ്ബാസി മാക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് 4 ചായയുമായിട്ട് വരുന്ന വ്യക്തിയാണ് അബു ബിലാൽ. മറ്റാരുമല്ല, അബു ബിലാലാണ്. ഈ ചായ കുടിക്കാമെന്നുള്ള സജഷൻ തന്നു ഞങ്ങളുടെ അബു ബിലാലാണ്. ഈ അബു ബിലാലിൻ്റെ കയ്യിൽ ഞങ്ങൾക്കുള്ള 4 സ്പെഷ്യൽ ടീ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ബിലാൽ കുട്ടിനുള്ള ഒരു ബൂസ്റ്റ് ടീ ഉണ്ടാവും. അവന് ബൂസ്റ്റ് ടീയാണ് ഇഷ്ടം. അപ്പോൾ ഇവിടുത്തെ ബൂസ്റ്റ് ടീ നല്ലതാണെന്ന് പറഞ്ഞവർ. അങ്ങനെ ഞങ്ങളൊരു ബൂസ്റ്റ് ടീയും വാങ്ങി, 4 മസാല ടീയും വാങ്ങി. ഇതാണ് ഞങ്ങളുടെ ബിലാൽ കുട്ടിൻ്റെ ബൂസ്റ്റ് ടീ. അത് കിട്ടുന്നതോടുകൂടി അവൻ ഹാപ്പിയായി. അവൻ്റെ മുഖത്തൊരു ചെറിയ കള്ളച്ചിരിയോടൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പൊതിക്കെട്ടാണ്. ഈ പൊതിക്കെട്ടിൽ എന്തായിരിക്കും എന്നറിയാൻ ഞങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. അത് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന് എനിക്കുള്ള ടീ എൻ്റെ സ്പോൺസർ തന്നിരിക്കുന്നു. ഇതാണ് എനിക്കുള്ള ടീ. അങ്ങനെ എനിക്കുള്ള ടീയും കിട്ടി. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ബൂസ്റ്റ് ടീ. ഇതാണ് ബൂസ്റ്റ് ടീ. ഞങ്ങളുടെ ബിലാലിൻ്റെ സ്പെഷ്യൽ ബൂസ്റ്റ് ടീയാണ് കയ്യിലുള്ളത്. അതിനുശേഷം ഞങ്ങൾ ആ പൊതിയിലേക്ക് ഉന്നം വെച്ചു. ആ പൊതി പതിയെ തുറക്കുകയാണ്. ആ പൊതിയിൽ എന്താണുള്ളത്? ഉണ്ണിയപ്പമാണ് ആ പൊതിക്കകത്തുള്ളത്. ഇവിടുത്തെ ഉണ്ണിയപ്പം വളരെ സ്പെഷ്യലാണ്. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കാറുള്ളതാണ് ഈ ഉണ്ണിയപ്പം. അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പവും ടീയും ഒക്കെ കുടിച്ച് ഞങ്ങൾ പതിയെ യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ തുടക്കം നല്ലതായിരുന്നു. ഇനി ഒടുക്കം എന്താകും എന്നറിയില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ പിടിച്ചിരിക്കുന്ന ഈ വ്യക്തി മറ്റാരുമല്ല, ഇതാണ് ഞങ്ങളുടെ അബ്സി തക്കു. ഉണ്ണിയപ്പം പോലെ അത്ര സോഫ്റ്റാണ് ഈ കുട്ടിയുടെ മനസ്സും. പക്ഷേ നമുക്കിങ്ങനെ ഷെയറിങ് പരിപാടിയും കാര്യങ്ങളൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ആ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. ചായയും ബിലാലിൻ്റെ ചായയിൽ നൈസായിട്ട് അടിച്ച് മാറ്റിയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ ആ കുവൈറ്റിൻ്റെ ആ ഒരു ലൈറ്റ് വെട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ നൈറ്റ് റൈഡിൽ ഫുൾ കുവൈറ്റിൽ ലൈറ്റെല്ലാം ഇട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾ കുവൈറ്റിൻ്റെ കുറേ ലുലു ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ആ ഒരു സ്കൈയിലൊരു മിഡിലൊരു ലൈറ്റ് കാണുന്നത് ഒരു ഫ്ലൈറ്റാണ്. അതത്ര സൂം ചെയ്തിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എനിവേ അതൊരു ഫ്ലൈറ്റാണ് വരുന്നത്. അത്രേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പം ഞങ്ങൾ ഈ ലുലുവിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണെന്ന് തന്നെ പറയാം. അത്ര ഞങ്ങൾ ഒരു റിസ്ക് എടുത്താണ് ഈ ലുലുവിലേക്ക് ഞങ്ങൾ പോകണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ലുലുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ പതിയെ ലുലുവിലേക്ക് മന്ദം എത്തുകയാണ് ഗൈസ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പറാക്കി ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ലുലു. ഈ ലുലുവിലേക്ക് ഞങ്ങൾ വരാനുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. ഈ ലുലുവിൽ 24th ആനിവേഴ്സറിയാണ്. അതിനോട് സംബന്ധിച്ച് 50% ഓഫ് എല്ലാ സാധനങ്ങൾക്കും ഉണ്ടെന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അത് എന്താ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ കുട്ടിയാണ് ഇതിൻ്റെ ഫുൾ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി. ഈ കുട്ടിയുടെ ആ ബുക്കിലെറ്റൊക്കെ വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളോർക്കും ഒന്നും അറിയില്ലാന്ന്. പക്ഷേ ഇതെല്ലാം പഠിച്ച് കാണാപ്പാഠം പഠിച്ച് വെച്ചിട്ടാണ് ഈ കുട്ടി വന്നിരിക്കുന്നത്. പക്ഷേ ഒന്നും അറിയത്തില്ലാത്ത ഒരാളെ പോലെ അത് വീണ്ടും മറിച്ച് വായിക്കുകയാണ്. പിന്നെ നമുക്ക് ഇത് പോക്ക് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നാളെ SSLC എക്സാം എഴുതാനുള്ള കുട്ടിയാണ്. അതായത് ഒരു ഷോപ്പിങ്ങിന് വരുമ്പോഴും നമ്മൾ അപ്പോൾ നമുക്ക് വന്ന പരിപാടി തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ പതിയെ മുകളിലോട്ട് കയറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ ടൂറിസ്റ്റ് ബാഗുകളൊക്കെ ഓഫേഴ്സിൽ വെച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. 70% ഓഫാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു ഓഫറാണത്. എനിവേ നമ്മളിപ്പോൾ നാട്ടിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കാത്ത നമ്മൾ ട്രോളി ബാഗ് കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. പക്ഷേ നല്ല ഓഫേഴ്സാണ് എല്ലാത്തിനും ഉള്ളത്. ബിലാൽ വന്നത് ഒരു കാറൊക്കെ സെറ്റാക്കി അതിൽ കയറി ഇരിപ്പായി. അവൻ എനിവേ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ തക്കുവിടെ ഒരു ട്രോളി ബാഗൊക്കെ തുന്തി നടക്കുന്നുണ്ട്. ട്രോളി ബാഗ് കാലിയാണ്. പക്ഷെ വിഷമിക്കേണ്ട, ഞങ്ങളുടെ കൊച്ചിവിടെ ചേച്ചിമാരൊക്കെ കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഇപ്പം മൂടിയായിരുന്നു, കളിക്കാൻ കൂട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിവേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ തുണികളുടെ ഇടയിൽ ഇങ്ങനെ പൂന്ത് വിളയാടിക്കൊണ്ട് നടക്കുകയാണ്.
ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ട്രോളി ബാഗൊക്കെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് ചാരി അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ സ്പോൺസറാണ്. വന്ന ഒരു ശുഷ്കാന്തിയൊന്നും മുഖത്തില്ല. ഇച്ചിരിയൊക്കെ മുഖം വാടി തുടങ്ങിയിട്ടുണ്ട്, കാരണം നമ്മുടെ പർച്ചേസിങ്ങൊക്കെ ഏകദേശം ഓവറായിട്ടുണ്ട്. അങ്ങനെ പുള്ളി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. താഴെ ബില്ലിങ്ങിൽ ചെല്ലുമ്പോൾ അറിയാൻ ഇനി എന്തായിരിക്കും എക്സ്പ്രഷൻ എന്ന്. എനിവേ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നടന്നു. അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നല്ല സെലക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ലുലു ഇച്ചിരി നല്ല വലുതാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്ക് റഷാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. എന്നാൽ അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊരു ക്രൗഡഡ് ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരു രാജാവിനെ പോലെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഇത് വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. വന്നപ്പോൾ ഒരു രാജാവിനെ പോലെ ആയിരുന്നു വന്നത്, പക്ഷേ ഇറങ്ങി പോകുന്ന ഒരു സീൻ അതിച്ചിരി ദയനീയമായിട്ട് തോന്നും. എങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. എനിവേ വന്ന ഓഫേഴ്സൊക്കെ നല്ല ഓഫേഴ്സായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ താഴോട്ടിറങ്ങി ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. ബില്ലിംഗ് സെക്ഷനിൽ എത്തിയിരിക്കുന്നു. ഞാൻ ഹാപ്പിയാണ് ഓൾവേസ്. ബട്ട് പൈസ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്നയാളുടെ വ്യക്തി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എനിവേ കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരാനായിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഇതാണ് ലുലുവിൻ്റെ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബേസ്മെൻ്റ് ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവിടുത്തെ ഓഫീസൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തുണിയായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അത് ഇതൊക്കെ വരികയാണല്ലോ, അപ്പോൾ അവർക്കും പർച്ചേസ് ചെയ്യണമായിരുന്നു. പക്ഷേ അവർ ഒരു മനസ്സുഖം ഞങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെക്കാളും കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്, ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ കവറുകളൊക്കെയാണ് എല്ലാവരുടെ കയ്യിലുമെങ്കിലും അതിന് അത്യാവശ്യം നല്ലതുണ്ട്. ഞങ്ങളൊരു ചോക്ലേറ്റ് വാങ്ങി കേട്ടോ, അത് പറയാൻ മറന്നുപോയി. കുലാഫി പിസ്താഷ്യോ ചോക്ലേറ്റാണ് ഇത്. ദുബായിൽ ഉള്ള ചോക്ലേറ്റാണ്. അതിപ്പോൾ ലുലുവിൽ അവൈലബിൾ ആണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെയൊക്കെ കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ചെറിയൊരു ഇളം കാറ്റിലൊക്കെ ഞങ്ങളിങ്ങനെ നാളെ പനിയാവുമോ എന്നറിയില്ല, എങ്കിലും ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾ പതിയെ വണ്ടിയിലേക്ക് കയറുകയാണ്. ബൈ ബൈ ലുലു, ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു ഫോർ ലുലു. കുനാഫി പിസ്താഷ്യോ ഇതാണ് ഞങ്ങൾ വാങ്ങിയ ചോക്ലേറ്റ് കേട്ടോ. നല്ല ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് ടൈം ട്രയലായിരുന്നു, പക്ഷേ ഗുഡ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി അത് ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് കഴിച്ച് ടേസ്റ്റുണ്ട്, നല്ലതാണ്, നല്ല ചോക്ലേറ്റാണ്. അപ്സിത്തക്കുവിന് വലിയ താല്പര്യമില്ലാതെയാണ് നമുക്ക് വായിൽ വെച്ച് തരുന്നത്. പിന്നെ എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നുന്ന സ്വഭാവമായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. കുട്ടി തിന്നോട്ടെ എന്ന് വെച്ചാൽ പ്രായം അതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. അപ്സിത്തക്കും അബുബിലാലും യാത്രയാകുകയാണ്. എനിവേ താങ്ക് യു, അവർ കാരണമാണ് ഞങ്ങളിന്ന് പോകാൻ. താങ്ക് യു അവർ കാരണമാണ് ഞാൻ കുറേൻ ലുലുവിൽ പോകാനായിട്ട് സാധിച്ചത്. ഇങ്ങനത്തെ ഓഫറൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിപ്പിടിച്ച് മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുക, മറ്റുള്ളവരെ മുടിപ്പിക്കുക എന്നുള്ളതാണ് ഈ 2 വ്യക്തികളുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറുകയാണ്. ഓക്കെ ഗൈസ്, ഇതിനിടയ്ക്ക് ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ബിലാൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബ്ലൂയിലേക്ക് എന്തിനാണ് പോയെന്ന്. ബബിൾ ടീ കുടിക്കാനായിരുന്നു ഞങ്ങൾ പോയത്. ആ ബബിൾ ടീ കുടിക്കുന്ന ആ ഒരു വീഡിയോ എനിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.